ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്ക് ആൻഡ് ക്രിയേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇളനീർ പുഡിംഗ് ആണ്. എല്ലാവരും കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു പുഡിംഗ് ആണിത്. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇളനീർ പുഡിംഗ് ഉണ്ടാക്കാനായി നമുക്ക് ഇളനീരിൻ്റെ പൾപ്പ് വേണം. ചിലപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ ഇളനീരിൻ്റെ ആവശ്യം വരും. നമുക്ക് ആവശ്യമുള്ള അത്രയും പൾപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇളനീർ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇളനീരിൻ്റെ പൾപ്പ് 2.5 കപ്പ്, ഇളനീരിൻ്റെ വെള്ളം 1.5 കപ്പ്, പാല് 2 കപ്പ്, കണ്ടൻസ്ഡ് മിൽക്ക് 1/2 കപ്പ്, ഷുഗർ 1/2 കപ്പ്, ജലാറ്റിൻ 10 ഗ്രാം. പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് പുഡിംഗ് സെറ്റാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്ന ഒന്നാണ് ജലാറ്റിൻ. 1/2 കപ്പ് ഇളനീരിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ജലാറ്റിന് പകരം നമുക്ക് ചൈന ഗ്രാസ് യൂസ് ചെയ്യാവുന്നതാണ്. ചൈന ഗ്രാസ് ആണ് എടുക്കുന്നതെങ്കിൽ അത് 1/2 കപ്പ് വെള്ളത്തിൽ 1 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ച ശേഷം നല്ല ക്ലിയർ ലിക്വിഡ് ആകുന്നത് വരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. ഇത് നന്നായിട്ട് ജ്യൂസ് അടിച്ചെടുക്കാൻ വേണ്ടി അല്പം ഇളനീരിൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇളനീർ നന്നായിട്ട് ജ്യൂസ് അടിച്ചെടുക്കാം. ഇളനീരിൻ്റെ പൾപ്പും അതിനോടൊപ്പം ഇളനീരിൻ്റെ വെള്ളവും ചേർത്ത് നല്ല തിക്കായിട്ടുള്ള ഒരു ജ്യൂസായിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം. വല്ലാണ്ട് ലൂസാക്കിയിട്ട് അരച്ചെടുക്കരുത്. കൂടുതൽ ഇളനീരിൻ്റെ വെള്ളം ചേർക്കാതെ നല്ല തിക്കായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ നന്നായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പുഡിംഗ് കുറച്ച് നല്ല മധുരത്തിൽ തന്നെ തയ്യാറാക്കണം. എന്നാൽ മാത്രമേ അത് തണുത്ത് കഴിയുമ്പോൾ പാകത്തിനുള്ള മധുരം ഉണ്ടാവുള്ളൂ. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഏതൊരു പുഡിങ്ങിലേക്കും കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആയിരിക്കും കിട്ടുന്നത്. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ തിക്കായിട്ടുള്ള പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ പൾപ്പ് ചേർത്തിട്ട് കുറഞ്ഞ വെള്ളത്തിൽ ജ്യൂസ് അടിച്ചെടുത്താൽ നല്ലൊരു ഇളനീരിൻ്റെ ഫ്ലേവറുള്ള പുഡിങ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിലേക്ക് 10 ഗ്രാം അതായത് 1 പാക്കറ്റ് ജലാറ്റിൻ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജലാറ്റിൻ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പുഡിങ്ങിൻ്റെ മിക്സർ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ജലാറ്റിൻ മിക്സ് ചെയ്ത ശേഷം 1-2 മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഇളനീർ പുഡിങ്ങിൻ്റെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടോടുകൂടി തന്നെ പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. പുഡിംഗ് ഡെക്കറേറ്റ് ചെയ്യാനായി നമുക്ക് സ്വീറ്റ് കോക്കനട്ട് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനായി ഞാനിവിടെ കുറച്ച് തേങ്ങ ഫ്രൈയിങ് പാനിൽ ഇട്ടിട്ട് കുറച്ച് ഷുഗറും കൂടി ചേർത്ത് ചെറുതായി റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മിക്സിയിലിട്ട് ചെറുതായി ക്രഷ് ചെയ്തെടുക്കാം.
ഇത് നമുക്ക് പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഇട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇളനീർ പുഡിങ്ങിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണിത്. പുഡിംഗ് ചെറുതായി സെറ്റായ ശേഷം മാത്രമേ ഏത് ഡെക്കറേഷനും ചെയ്ത് കൊടുക്കാവൂ, അല്ലെങ്കിൽ പുഡിംഗ് സെറ്റായി കിട്ടില്ല. ഇത് നമുക്ക് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 4 to 5 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക. പുഡിംഗ് ഒരിക്കലും സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വയ്ക്കരുത്. പുഡിംഗ് നന്നായി കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൻ്റെ ഏറ്റവും താഴെയാണ് വയ്ക്കുന്നത്, ഫ്രീസറിലല്ല. ഇളനീർ പുഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗാണിത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനായി ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.